അങ്ങനെ രാവിലെ ആദർശ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കും നയനെ കാണുകയാണ് ആദർശ് ഷർട്ടിലെ ഒരു ബട്ടൺസ് ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ ആ ബട്ടൺസ് പിടിപ്പിച്ച് തരാന്ന്. അങ്ങനെ ആദർശ് നയന ഒരു സൂചിയും നൂലും ബട്ടൺസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ് സമയമില്ല ഞാൻ വേറെ ഇട്ടോളാന്ന് പറയുമ്പോൾ ഇല്ല ആദർശ് ഏട്ടാ ഇപ്പൊ തന്നെ തയ്ച്ചു തരാന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ എങ്കിൽ പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുമ്പോഴേക്കും നയന അത് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാലൻസ് ഒന്ന് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നയന ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് ചെറിയമ്മ കയറി വരുന്നത്. ചെറിയ ഇത് കാണിട്ട് ശേ എന്നും പറഞ്ഞ് നാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നയനാണല്ലോ ഇത് കഴിഞ്ഞു ആദർശ് ചേട്ടാ ഇനിയിപ്പോ പൊക്കോളെന്ന് പറഞ്ഞിട്ട് ആദർശിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയാണ്. പിറ്റേന്ന് രാവിലെ കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ നവ്യ ആദർശ് അഭിയായിട്ട് ഭയങ്കര ഉടക്കാണ്. എന്നെ എങ്ങും കൊണ്ടുപോകുന്നില്ല, ആദർശിനും നയനേനെയും കണ്ടു, അവരെവിടേക്ക് പോകുന്നു, എന്തൊക്കെ അടിച്ചു പൊളിക്കുന്നു, എന്റെ മാത്രം ലൈഫ് ഇങ്ങനെ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കുറേ ബഹളം വെക്കുന്നുണ്ട്. ഇവിടെ ഒരു ശല്യം സഹിക്കാൻ വയ്യില്ലെന്ന് പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ അവൻ. അപ്പോഴേക്കും ജലജ എന്നിട്ട് പറയാണ് ഞാൻ കേട്ടു ബഹളമൊക്കെ, അവള് നിന്നെ നിലം തുടിക്കുന്നില്ലല്ലേ, നിനക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അവനെയും കൂട്ടി മാറിപ്പോവാണ്. എന്നിട്ട് പറയാണ് നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം, അവളെ എന്നേക്കുമായി തീർക്കാനെന്ന് പറയുമ്പം എന്റെ അമ്മ അതായിരിക്കും എനിക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ല ഉപകാരം. അപ്പം ജലജ പറയാണ് അവക്കിപ്പം എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെന്നൊക്കെയല്ലേ പറഞ്ഞത്, നീ അവളുടെ കുറച്ച് കറങ്ങാനൊക്കെ പോ, എന്നിട്ട് അവിടെ വെച്ച് ഏതെങ്കിലും ഒരു ഗുണ്ടകളെ സെറ്റപ്പ് ആക്കിയിട്ട് അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കെന്ന് പറയുമ്പം അത് ശരി അതങ്ങ് ചെയ്തേക്കാം അല്ലേന്ന് പറയുമ്പം അതാണ് നല്ലത്, എവിടെയെങ്കിലും കൊണ്ടുപോവുക, അവൾക്ക് ഇഷ്ടംപോലെ ആഭരണമൊക്കെ ഇട്ട് കൊടുത്തു വേണമായിരിക്കും വിടേണ്ടത്, എന്നിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുക, നീയും അടി കൊണ്ട് വീഴുന്ന പോലെ അവിടെ മുമ്പിൽ നന്നായിട്ട് അഭിനയിക്കണം, എന്നിട്ട് ആരോ കടത്തിക്കൊണ്ട് പോയതാന്ന് പറയണം, അങ്ങനെയാകുമ്പം അവളെ കൊണ്ടുപോയത് നിന്റെ മേലിൽ സംശയം ഉണ്ടാവുകയില്ല, അങ്ങനെ അവളുടെ ആ ഒരു ശല്യം തീർക്കുകയും ചെയ്യാന്ന് പറയുമ്പോ അതമ്മ പറഞ്ഞത് നല്ല ഐഡിയ, എന്തായാലും അവളുടെ സ്നേഹത്തിലൊക്കെ സംസാരിച്ച് നാളെ രാവിലെ എന്നെ പോകാനുള്ള വഴി ഉണ്ടാക്കാന്ന് പറയുമ്പോ ജലജ പറയാണ് ഇവിടെയുള്ള ആരോടും നീ ഇതിനെക്കുറിച്ച് ഒന്നും പറയണ്ട, നാളെ രാവിലെ എല്ലാരും എഴുന്നേക്കുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം, ആരോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അത് ശരിയമ്മയെന്നും പറഞ്ഞിട്ട് ആ അവൻ മുറിയിലേക്ക് പോവാണ്. എന്നിട്ട് പറയുന്നു ഓക്കെ നിന്റെ പരിഭവം ഞാൻ നിർത്തിത്തരാം, നമുക്കൊരു റിസോർട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ റിസോർട്ടിലേക്കോ, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ ടൂർ പോകാന്നേ, നമുക്ക് വലിയ അമേരിക്കയിലോ സിംഗപ്പൂരിലൊക്കെ പോകാന്ന് പറയുമ്പോൾ മനസ്സിൽ കാശിന് ഗതിയില്ലാത്തവർക്ക് അമേരിക്കയും സിംഗപ്പൂരും പോകണം പോലും. അപ്പോഴേക്കും അത് പറയാണ് അല്ല നവ്യേ, നിന്റെ വയറിലിപ്പോ ഒരു കുഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ ദൂരയാത്ര ഒന്നും പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു അടുത്തെങ്ങാനും പോകാം, നമുക്കൊരു കുഞ്ഞാവട്ടെ, എന്നിട്ട് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകാം കറങ്ങാനൊക്കെ. അപ്പൊ നവ്യ ശരി അഭിയേട്ടൻ പാടെന്ന് പറഞ്ഞ് മനസ്സിൽ കയറുകയാണ്. ഞാൻ അങ്ങനെ കള്ളത്തരം പറഞ്ഞത് എനിക്ക് തന്നെ വിനയായിട്ട് വരികയാണല്ലോ ഈശ്വര എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ നീ രാത്രി തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം കേട്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ നവ്യ ഭയങ്കര സന്തോഷത്തില് ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കണം. അങ്ങനെ വെളുപ്പിന് എല്ലാരും എഴുന്നേക്കാൻ മുമ്പ് അഭി വന്നിട്ട് ചോദിക്കാണ് നീ റെഡിയാക്കിയോ, എല്ലാം റെഡിയാക്കിയോ അഭിയേട്ടാ, പിന്നെന്താ ഇത്ര രാവിലെ ഇങ്ങനെ എല്ലാരും എണീച്ചിട്ടൊക്കെ പോയപ്പോരെ. അപ്പോഴേക്കും അഭി പറയണം അത് ശരിയാവില്ല, എല്ലാരും എണീച്ചതാ പിന്നെ എങ്ങോട്ട് പോവാ എന്തിനാ പോവാന്നൊക്കെ പറഞ്ഞ ആകെ പാട് ശല്യായിരിക്കും, നിന്നെ കൂടെ റിസോർട്ടിൽ പോകാൻ മുത്തശ്ശി പറയും, അയ്യോ അങ്ങോട്ടൊന്നും പോവണ്ട, അവള് ഗർഭിണിയല്ലേ, ഇവിടെ തന്നെ നിർത്തിയാൽ മതി പറഞ്ഞു നിന്നെ ഇവിടെ തന്നെ തളച്ചിടും, അതുകൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയാണ് ശരിയാ, നീ പറഞ്ഞ എന്തായാലും ശരിയാടാ, നമ്മളിപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കണ്ണുകടിയാ, വന്നിട്ട് നിന്റെ ആ വല്യമ്മയും നയനയും എല്ലാവരും കൂടി എൻ്റെ പോക്ക് തന്നെ മുടക്കി കളയും, അതുകൊണ്ട് ആരും അറിയണ്ട നമുക്ക് പോയേക്കാം, നിന്റെ അമ്മയോട് മാത്രം വേണേൽ പറഞ്ഞിട്ട് വന്ന് പറയുമ്പം അബി പറയാണ് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നീയല്ലേ എൻ്റെ അമ്മ കുശുംബിയാന്ന് പറഞ്ഞത്, അമ്മ പറഞ്ഞു അവൾക്ക് കുറച്ച് ശ്വാസം കിട്ടട്ടെ, നീ ഇവിടുന്ന് കൊണ്ടുപോകാൻ എൻ്റെ അമ്മയും കൂടെ പറഞ്ഞു വിട്ടെന്ന് പറയുമ്പോൾ പാവം അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയും അബിയും കൂടെ പോകാൻ ഇറങ്ങുമ്പോൾ അബി മനസ്സിൽ കയറുകയാണ് അതേടി ഇത് നിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നവ്യനെയും കൊണ്ട് റിസോർട്ടിലേക്ക് പോവാണ് കേട്ടോ അബി. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വീട്ടിലെല്ലാവരും നവ്യ തിരക്കാണ്. നവ്യയുടെ തിരക്കുമ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അല്ല ജലജെ, നിന്റെ മരുമകളും മോനും എവിടെയും ചോദിക്കുകയാണ് മുത്തശ്ശി. അത് എൻ്റെ പൊന്നമ്മേ, എന്നോട് ആരും അവളെക്കുറിച്ചൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്ന്, അത് നിന്റെ മരുമകളല്ലേ എന്ന് ജാനകി ചോദിക്കുമ്പം ആണോ, എനിക്കറിയില്ലായിരുന്നു, കാരണം അവൾ അങ്ങനെയല്ല നടക്കുന്നത്, അവൾക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോകാമല്ലോ. അവളാണെങ്കിലോ അവളുടെ കുറേ ബാഗും പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് അവൾക്ക് എവിടെയൊക്കെ ടൂറ് പോകണമെന്ന് അബിയോട് പറഞ്ഞു. അബി പറ്റില്ലെന്ന് പറഞ്ഞപ്പം അവനായിട്ട് കുറേ അവൾ ദേഷ്യം പിടിപ്പിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തു. രാത്രി സമാധാനം എന്നിട്ട് അബി പറയായിരുന്നു രാവിലെ എനിക്ക് പോകണം അമ്മേ, ഇതുപോലെ അവളുടെ പ്രശ്നമാണ്. അങ്ങനെ രാവിലെ അവൾ പോയത്, അവൾ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എങ്കിലും ഈ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോകേണ്ടതല്ലേ എന്ന് ദേവയാനി പറയാണ് കേട്ടോ. ജലജ പറയാണ് അതിനവളെ അനുസരിച്ചിട്ട് വേണ്ടേ, എവിടെന്നോ ഗതിയില്ലാതെ വലിഞ്ഞു കയറി വന്നവളാ, ഇപ്പൊ ഈ വീടിന്റെ സർവാധികാരം അവളുടെ കയ്യിലാണെന്നല്ലേ അവളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ വീണ്ടും അവിടെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നയനയും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നയയുടെ മനസ്സിൽ എന്തോ ചെറിയ സംശയം തോന്നുകയാണ്, ഇത്ര നേരത്തെ ആരോടും പറയാതെ അബി ചേച്ചിയുമായിട്ട് എങ്ങോട്ട് പോയതായിരിക്കും, അബിക്കാണെങ്കിൽ ചേച്ചി ഇഷ്ടമില്ല, എന്തെങ്കിലും അപകടപ്പെടുത്തുവോ എന്ന് നയയുടെ മനസ്സിൽ ഒരു പേടിയുണ്ടായിരുന്നു.
അങ്ങനെ അവിടെ നിന്നിട്ട് ജലജയോട് ഒന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പോഴേക്കും എന്നെ കൊണ്ട് വയ്യ വിളിച്ചു നോക്കാനെന്ന് ജലജ പറയുമ്പോഴേക്കും ജാനകി ഫോൺ എടുത്ത് അവനെ വിളിക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. നയനോട് നമ്മുടെ ഫോണിലേക്ക് വിളിക്കാൻ മുത്തശ്ശൻ പറയുമ്പോൾ നയനെ വിളിച്ചു നോക്കാണ്. അപ്പൊ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാണ്. ഇവര് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് എവിടെ പോയതാ? മുത്തശ്ശി പറയണ ഗർഭിണിയായ പെൺകുട്ടിയാ, അതുകൊണ്ട് ഇത്ര ദൂരത്തേക്കൊന്നും പോകണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശനോട് റൂമിൽ വന്നിട്ട് നയനെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. എങ്കിലും അവരെവിടെ പോയതായിരിക്കും ഒന്നും പറയാതെ എനിക്കെന്താ പേടിയാണെന്ന് പറയുമ്പം ആദർശ് ചോദിക്കാണ്, നീ എന്തിനാ പേടിക്കുന്നേ? നവ്യ അവളുടെ ഭർത്താവിന്റെ കൂടെ അല്ലേ പോയത്? അപ്പം നയന പറയാണ്, അത് തന്നെ എന്റെ പേടി. ചേച്ചിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം അബിക്ക് ഇപ്പോഴും ചേച്ചി ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവനെ ഒഴിവാക്കാൻ പല തവണയായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. ചേച്ചിയുടെ വയറ്റിൽ കുഞ്ഞുള്ളത് ഇപ്പം അവന് വലിയൊരു ശല്യമായി തീർന്നിരിക്കുക. എങ്ങനെയെങ്കിലും ചേച്ചി ഒഴിവാക്കിയിട്ട് അവിടെ ജീവിക്കണമെന്ന ചേട്ടൻ അബിയുടെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് പേടിയെന്നൊക്കെ പറയുമ്പോൾ നീ അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അവൻ അത്രക്കാരനൊന്നും അല്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, വിടാതെ വിളിച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും അറിയിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചറിയിച്ചാലേ, അല്ലാതെ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന് ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കാണ് കേട്ടോ. അതേ സമയത്ത് തന്നെ അബിയാണെങ്കിൽ നവ്യനെയും കൂട്ടിക്കൊണ്ട് ഒരു റിസോർട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വഴിക്ക് വെച്ച് ഒരു കാറിൽ വെച്ച് പറയുന്നുണ്ട്, എന്ന് നമുക്ക് ഇതുപോലെ ഔട്ടിങ്ങിനൊക്കെ പോകാം. ഇനി വീട്ടിലുള്ളവരുടെ വാക്കോ നമുക്ക് കേൾക്കണ്ട. അപ്പൊ നവ്യ പറയാണ്, അല്ലെങ്കിൽ തന്നെ എന്തിനാ കേൾക്കുന്നത്? ഇതുപോലെ കൂട്ടുകുടുംബം എനിക്ക് ഇഷ്ടമില്ല. കണ്ടിട്ട് തന്നെ ഒരാളുടെ ആജ്ഞയ്ക്ക് അനുസരിച്ച് എല്ലാവരും പെരുമാറുന്ന പരിചാരകരായിട്ട് നിൽക്കുക. ഒരു രാജാവും ഒരു രാജ്ഞിയും, അവർക്ക് കുറെ പടയാളികളും ഒരു മന്ത്രിയും, എന്തുവാ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നവ്യ കുറെ കുറ്റം പറഞ്ഞിട്ട് അവരെ. അപ്പോഴേക്കും അബി മനസ്സിൽ പറയാണ്, ആദ്യം നിന്നെ അവിടെ നടക്കട്ടെടി, എന്നിട്ട് എന്റെ അവകാശങ്ങളൊക്കെ മേടിച്ച് ഞാനും എന്റെ അമ്മയും വേറെ പോയി താമസിക്കും, വലിയ കൊട്ടാരം മേടിച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അബി മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവാണ്. അങ്ങനെ റിസോർട്ടിലേക്ക് റീച്ച് ആവുന്നുണ്ട്. റിസോർട്ടിലേക്ക് വലിയ കാര്യത്തിന് ബാഗൊക്കെ പിടിച്ച് അബിയുടെ കയ്യിൽ കെട്ടിപ്പിടിച്ചിട്ട് നവ്യ അകത്തേക്ക് കയറി പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളിച്ചാടിയാണ് പോകുന്നത്. അങ്ങനെ ഇവരകത്തേക്ക് പോകുമ്പോൾ തന്നെ മറ്റൊരു വഴിയിൽ കൂടിയിട്ട് നവ്യനെ ആ ഗുണ്ടകൾ വരുന്നുണ്ട്. ശരിക്കും ഈ ഗുണ്ടകളെ അബി വിളിച്ച് ഏർപ്പാടാക്കുന്നതാണ് കേട്ടോ. ഏർപ്പാടാക്കിയിട്ട് അവളെ കടത്തിക്കൊണ്ട് പോയിട്ട് കുന്നു കളയണമെന്നാണ് പറയുന്നത്. എത്ര രൂപ വേണമെങ്കിലും തരാം, ഒരു അടയാളം ഇല്ലാതെ കൊന്നു കളയണം. അതിനു മുമ്പായിട്ട് എന്നെ നിങ്ങൾ അടിച്ച് നിലത്തിട്ടിരിക്കണം. കണ്ടാൽ ശരിക്കും എന്നെ അടിച്ചിട്ടതെന്ന് തന്നെ തോന്നിക്കണം. അത്രമാത്രം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എനിക്ക് ഇഞ്ചുറി ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ എന്നെ അവിടെ മുമ്പ് വെച്ച് അടിച്ചിട്ടിട്ട് അവളെയും കൊണ്ട് ഇവിടുന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് പക്ക പ്ലാനിങ്ങിലൂടെ തന്നെ കേട്ടോ അബി വന്നിട്ടുള്ളത്. അങ്ങനെ ഇവരോട് റീച്ച് ആവുന്ന അതേ സമയത്ത് തന്നെ ആ റൗഡികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരും വരുന്നുണ്ട്. ഇതേ സമയത്ത് നയന പേടിച്ചിട്ട് നവിയുടെ അബിയുടെ ഫോണിലേക്ക് മാറി വിളിക്കുന്നുണ്ടെങ്കിലും അവരെ കിട്ടുന്നില്ല. നയന അങ്ങോട്ട് നടന്ന് വീണ്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാവരും ഇതൊക്കെ ചർച്ച തന്നെയാണ് കേട്ടോ. എങ്കിലും അവരെടപ്പതായിരിക്കും ഒരു വാക്കൊന്ന് പറഞ്ഞിടാന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യാണ്. ഇതേ സമയത്താണെങ്കിൽ ജലജ ഇങ്ങനെ റൂമിൽ പോയി ആലോചിക്കുകയാണ്, ഈശ്വര സമാധാനമായി എങ്ങനെയെങ്കിലും അവൾ ഇന്നത്തോടെ തീർന്നാൽ മതിയായിരുന്നു. എന്റെ മോന് വലിയൊരു കാശേരി കൊണ്ട് കിട്ടിച്ച് നല്ലൊരു ജീവിതം അവൻ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതിന് ശേഷമുള്ള എപ്പിസോഡൊക്കെ നമ്മുടെ ചാനൽ ഉടൻ തന്നെ അവൈലബിൾ ആയിരിക്കും. മിസ്സാവായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.